ഫ്രണ്ട്സ്, ഇന്ന് ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. 1942 ഓഗസ്റ്റ് 9 രാജ്യം ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് ഈ രാജ്യം വിട്ടുപോവുക എന്ന് സ്വാതന്ത്ര്യസമരത്തിൻ്റെ പ്രക്ഷോഭം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മഹാത്മാഗാന്ധിജി ആഹ്വാനം ചെയ്ത ഒരു മുദ്രാവാക്യമാണ് ക്വിറ്റ് ഇന്ത്യ. ആ ക്വിറ്റ് ഇന്ത്യ ആഹ്വാനം അതൊരു ഭരണകൂടത്തോടായിരുന്നില്ല, ഒരു സർക്കാരിനോടായിരുന്നില്ല, ഒരു സംവിധാനത്തോടായിരുന്നില്ല, പക്ഷെ ഒരു മനോഭാവത്തോടായിരുന്നു. ഒരു മനോഭാവത്തോടാണ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞത്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ, ഭാരതത്തിൻ്റെ അഖണ്ഡതയെ, ഭാരതത്തിൻ്റെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം അതായിരുന്നു ബ്രിട്ടീഷ് സംവിധാനം ഉണ്ടാക്കിയിരുന്നതെങ്കിലും അവരുടെ മനോഭാവമായിരുന്നു പ്രധാനം. ഭാരതത്തോട് കാണിച്ചിരുന്ന ആ ആഹ്വാനം ചെവിക്കൊണ്ട് ബ്രിട്ടീഷ് മനസ്ഥിതിക്കെതിരെ പോരാടിയ ആയിരങ്ങൾ, പതിനായിരങ്ങൾ. അവർക്ക് കൃത്യം 7-ാം നാൾ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ 5 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 5 വർഷം 7 ദിവസം അതായിരുന്നു സ്വാതന്ത്ര്യത്തിലേക്കുള്ള അകലം. പക്ഷേ നമുക്ക് ലഭിച്ച ആ സ്വാതന്ത്ര്യം ഇന്ന് നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് ഒരു ഭരണകൂടത്തിന് മാത്രമാവില്ല, ഒരു ജനതയുടെ മനസ്സിനെ പറ്റുകയുള്ളൂ. രാഷ്ട്രപിതാവ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മനസ്ഥിതിക്കെതിരെ ഉയർത്തിയ അതേ ശബ്ദം ഇന്നും ഇവിടെ ശേഷിക്കുകയാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ തന്നെ പിന്നിൽ നിന്ന് കുത്തുകയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത രാഷ്ട്രീയ സംവിധാനങ്ങൾ, അതിനപ്പുറം അന്നത്തെ ഭാരത മുദ്രാവാക്യങ്ങളായിരുന്ന വന്ദേമാതരത്തെ, ഭാരത് മാതാ കി ജയ്, ദേശീയ പതാക തുടങ്ങിയതിനെ അടിസ്ഥാനപരമായി എതിർത്തിരുന്ന ചില മനസ്ഥിതിക്കാർ, അവരൊക്കെ ഇന്നും ഇവിടെ ഉണ്ടായിരിക്കുന്നു. സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെ തള്ളിപ്പറയുന്നു, സ്വാതന്ത്ര്യസമര സേനാനികളെ തള്ളിപ്പറയുന്നു, സ്വാതന്ത്ര്യ ചിഹ്നങ്ങളെ തള്ളിപ്പറയുന്നു, ദേശീയ ചിഹ്നങ്ങളെ തള്ളിപ്പറയുന്നു. അവർ എതിർക്കപ്പെടേണ്ടവരാണ്. അവരുടെ മനസ്ഥിതി മാറ്റേണ്ടത് തന്നെയാണ്. അവരോട് പറയേണ്ടതാണ് ക്വിറ്റ് ഇന്ത്യ. എന്നാൽ അവരുടെ മനസ്ഥിതി മാറ്റുക എന്ന് തന്നെയാണ്. അവർ രാജ്യം വിടുക എന്നുള്ളതല്ല, അവരുടെ മനസ്ഥിതി മാറ്റുക തന്നെയാണ്. ഉറപ്പാണ് നാം ഒരുമിച്ചുണ്ടാവും. അതുകൊണ്ടാണല്ലോ അങ്ങനെ ആ ഈരടി വന്നത്. കാശ്മീരിൻ കുങ്കുമപ്പൂവനങ്ങൾ കാറ്റിൽ പരത്തുന്നത് എന്താണ്? നമ്മുടെ ഭാരതം എന്നാണ്, അതിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്നാണ്. നാം എല്ലാവരും ഒന്നാണ്. ഭാരതത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുക. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ആഴ്ചയിൽ നമുക്ക് ആവർത്തിച്ച് അത് പറയാം.